ഹായ്, ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഹോണ്ട ഹൈനസിനെ പറ്റിയാണ്. ഹോണ്ട ഹൈനസിനെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ സൈഡ്, പോസിറ്റീവ് സൈഡ്. വണ്ടി ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികൾ ഒന്ന് തന്നെയാണ്. ഓക്കെ, അതാണ് എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒറ്റ സാധനം. സെക്കൻഡ്, നമുക്ക് നെഗറ്റീവ്സാണ് കൂടുതൽ അറിയേണ്ടത്. കാരണം നിങ്ങൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡ് നിങ്ങൾ വാങ്ങുന്നവരെ മാത്രമേ നോക്കത്തുള്ളൂ. വാങ്ങിയതിന് ശേഷം നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നത് അതിൻ്റെ നെഗറ്റീവായിരിക്കും. സോ ഈ വണ്ടിയുടെ നെഗറ്റീവ്സിനെ പറ്റി നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഒന്നാമത്തത്, ഈ വണ്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് നിങ്ങൾ കരുതുന്നത് ബിഗ് വിങ് ആണ്. ബിഗ് വിങ് ദ മോസ്റ്റ് പ്രീമിയം എക്സ്പീരിയൻസ് ഫ്രം ഹോണ്ട. ടോപ്പ് ലൈൻ അല്ലെങ്കിലും ആ ബിഗ് വിങ്ങിൽ നിന്ന് നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒരിക്കലും കിട്ടില്ല. കാരണം ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ മിനിമം 2 ഹോണ്ട ബിഗ് വിങ്സാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഈ 2 ബിഗ് വിങ് ഓവർ ക്രൗഡഡ് ആയിരിക്കും, ഓവർ ബൈക്ക് കൊണ്ട് പൊല്യൂട്ടഡ് ആയിരിക്കും. സോ നമ്മളൊരു വണ്ടിയും കൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടത്തില്ല. ഒരു സാധനം കിട്ടും, അതെന്ന് പറയുന്നത് അതിൻ്റെ ബില്ലാണ്. ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 650cc വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതേ ചിലവ് തന്നെ ഓൾമോസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്തോണം. ബിഗ് വിങ്ങിൻ്റെ പ്രിവിലേജ് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ബിഗ് വിങ് എന്നുള്ളത് എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വയ്ക്കേണ്ട ഒരു കാര്യം. ബിഗ് വിങ് എന്നുള്ളത് നോർമൽ ഒരു ബൈക്ക് സെൻ്ററായിട്ട് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആ സർവീസ് സെൻറ്റേഴ്സ് എല്ലാം. പിന്നെ അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് അവരെ സ്പെയർ പാർട്സും ആ ഒരു ആക്സസറീസിൻ്റെ അവൈലബിലിറ്റിയാണ്. അത് രണ്ടും എപ്പോഴും കുറവായിരിക്കും. നക്കിൾ കാർഡ്സ് പോലും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അവരെടുത്ത് തരുമായിരിക്കും. അല്ലാതെ നമ്മൾ രണ്ടാമത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്തേ ഒരു തരത്തുള്ളൂ, അല്ലാതെ കൈ തരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ തന്നാൽ പോലും അവരില്ലെന്ന് പറയും. കാരണം എൻ്റെ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഞാൻ ചോദിച്ചിട്ട് 3 മാസം. മേ ബി എൻ്റെ വണ്ടി ആയിരിക്കാം, ഞാൻ അവിടെ ചെന്ന് കുറച്ച് ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ വന്നത്. ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്ത കൊണ്ടുപോകാൻ പറ്റുന്ന ബിഗ് വിങ് മിനിമം ഒരു 25 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അത് ഓർത്തോളൂ. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് വരുന്ന കോമൺ കംപ്ലയിൻറ്റ്സ്. ഒന്ന്, വോബ്ലിംഗ് ഇഷ്യൂ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരാറുണ്ട്. ചിലർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. അനുഭവപ്പെട്ടിട്ടില്ലാത്തവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഞാനിത് തിരിച്ചറിയുന്നത് 80 കിലോമീറ്റർ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഹെൽമെറ്റ് വൈസറിൽ ഒരു ജീവി വന്നത് അപ്പോൾ തട്ടിക്കളയാൻ വേണ്ടി കൈയെടുത്ത സമയത്താണ് ഞാൻ ആ ഒരു വോബ്ലിംഗ് തിരിച്ചറിയുന്നത്. അത് ഞാൻ ആ സമയത്ത് കൈയെടുത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചറിയില്ല. കാരണം വോബ്ലിംഗ് എന്ന് പറയുന്നത് പല ബൈക്കുകളും കണക്കിട്ട്, അല്ലെങ്കിൽ ഒരു ടെയിൽ ടൈഡ് കണക്കോ, അല്ലെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ മൊത്തത്തിൽ ഷേക്കാവുന്നതല്ല, ഹാൻഡിൽ പവർ എടുത്ത് വൈബ്രേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളൊന്ന് പാനിക്കാക്കണം, അത്രയേ ഉള്ളൂ. നമ്മളൊരു വിരൽ വെച്ചാൽ ആ വോബ്ലിംഗ് ഇല്ലാണ്ടാവും, അത്രയേ ഉള്ളൂ. രണ്ടാമത് പൊതുവെ വരുന്നൊരു ഇഷ്യൂ റസ്റ്റ് ഇഷ്യൂ ആണ്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. എങ്കിലും അത് ഇല്ലാണ്ടാക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ വണ്ടിയൊക്കെ ക്രോമാണ്, അതുകൊണ്ട് തന്നെ റസ്റ്റിംഗ് ഇഷ്യൂസ് ഉറപ്പായിട്ടുണ്ടാകും. മൂന്നാമത്തത്, ഈ വണ്ടിയിൽ ഫ്യൂൽ പമ്പിൻ്റെ ഇഷ്യൂസ് പൊതുവെ വരാറുണ്ട്. അത് കോമൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ഞാൻ നോക്കുമ്പോഴും കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പലർക്കും. സോ എൻ്റെ വണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് അറിയത്തില്ല. പിന്നെ വരുന്നത് വണ്ടി സ്റ്റാർട്ടിങ് ട്രബിളും ബാക്കിയുള്ളതും. അതൊക്കെ നോർമൽ എല്ലാ ബൈക്കുകൾക്കും വരുന്നത് തന്നെയാണ്. പക്ഷേ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലാ സർവീസ് സെൻറ്റേഴ്സിലും എടുക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്. പിന്നെ വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ വണ്ടി നമ്മൾ ഒരു ആവശ്യത്തിന് നമ്മൾ രാവിലെ എണീച്ച് സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ട് കുറേ നേരം വണ്ടി അങ്ങനെ ഐഡിയയിലിടേണ്ടി വരും, പ്രത്യേകിച്ച് കോൾഡ് സ്റ്റാർട്ടിൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ L5 ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിടുന്നത് കോമൺ ആണ്. നമ്മൾ നോർമൽ ബൈക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചോക്ക് പിടിച്ചിടത്തില്ല, അതുപോലെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എങ്കിലും ഇത് അതുപോലെയല്ല. നോർമൽ ബൈക്കിനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. FIയിൽ ഞാൻ ആദ്യത്തെ ഉപയോഗിക്കുന്ന വണ്ടിയല്ല ഈ വണ്ടി, എങ്കിലും മറ്റ് FI ബൈക്കിനേക്കാൾ കൂടുതൽ ടൈം ഇതെടുക്കുന്നുണ്ട്. നിങ്ങൾ മിനിമം 1 മിനിറ്റിന് മുകളിൽ പലപ്പോഴും സ്റ്റാർട്ടാക്കിയിട്ട് വരും. എങ്കിൽ നിങ്ങൾ ലോങ് റൈഡ് കൊണ്ടിട്ട് വെച്ചിട്ട് ബെഞ്ചി മൊത്തം കൂൾഡൗണിട്ട് ഒരു 2-3 മണിക്കൂർ മഴയത്ത് കൊണ്ട് വെച്ചിട്ടെടുത്താലും സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. സോ നിങ്ങളപ്പോഴും പലപ്പോഴും ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ എടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കുന്നു, എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു. അതെല്ലാം ഫ്യൂൽ പമ്പിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. പിന്നെ നിങ്ങൾ ഈ വണ്ടി വാങ്ങിക്കാൻ നേരത്ത് നിങ്ങൾ ഡീലക്സ് പ്രോയും പ്രോ പ്ലസ് ഒക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് സാധനമാണ്, ഒരു ഉപയോഗമില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു USB ചാർജ്, അതും വേസ്റ്റാണ്. ഈ ബൈക്ക് ഒരു നോർമൽ എടുത്താലും നിങ്ങളിതെടുത്താലും നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഒറ്റ കാര്യം അതിൻ്റെ ഹോൺ ആവാനാണ് ചാൻസ്. ആ ഹോൺ നിങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 200-300 കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹോൺ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഹോണ്ട ആക്സസറീസ് ആയിട്ടൊരു 10,000 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് വാങ്ങി വെച്ചോളരുത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇതിനേക്കാൾ നല്ലതൊരു ചന്ദനത്തിരി കത്തിച്ച് 2 സൈഡ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും. അത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണത്. പിന്നെ അവരുടെ ഒരു ആക്സസറീസ് വരുന്ന ഒരു ടാങ്ക് ബാഗുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങരുത്.
അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല ടാങ്ക് ബാഗ് നിങ്ങൾക്ക് പുറത്ത് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് സൈഡ് പാക്സ് ആണ്. പാനീസിന് പകരം ഉപയോഗിക്കുന്ന പാക്സ്, സാഡിൽ പാക്സ്. അത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഹോണ്ട അവോയ്ഡ് ചെയ്യുക. പുറത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ള സാധനയുടെയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ നല്ല സാധനം വാങ്ങിച്ച് വയ്ക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ RS ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാറുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഫ്രണ്ട് ഫെൻഡേഴ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ RSൻ്റെ ഫ്രണ്ട് ഫെൻഡേഴ്സ് കുറച്ച് നല്ലതായിരിക്കുന്നു. സോ നിങ്ങൾ എക്സ്റ്റൻഡർ ആയിരിക്കും വാങ്ങി വയ്ക്കാൻ നോക്കുന്നത്. അത് മാറ്റിയിട്ട് ആ ഒരു ഒറിജിനൽ ഫെൻഡർ ഇപ്പോൾ ഹൈനസിന് വേണ്ടി പ്രത്യേകം ഇറക്കിയിട്ടുണ്ട്. ആ ഫെൻഡർ ഇതിന് ഡയറക്റ്റ് ഫിറ്റാണ്. ആ വണ്ടിക്ക് ഫെൻഡർ വാങ്ങിച്ച് നിങ്ങൾ RSൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാനും വൃത്തിയുണ്ടാവില്ല, വണ്ടി പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ശരി.